ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു നാട് മുഴുവൻ കരയുകയാണ്. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത് 1/2 കിലോമീറ്ററിനുള്ളിലാണ് ഈ മരിച്ച 4 പേരുടെയും വീടുകളെന്നാണ്. ആ നാടിൻ്റെ ഒരു വേദന നമുക്കത് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. കാരണം 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ 4 വീടുകൾ, 4 മരണ വീടുകൾ എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു ആ കുഞ്ഞുങ്ങൾക്കെന്നാണ് മനസ്സിലായത്. ഇംഗ്ലീഷ് അവർക്ക് എളുപ്പമായിരുന്നു അത്രേ. ഇന്ന് ഹിന്ദി പരീക്ഷയും. ആ ഹിന്ദി പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ആ 4 പെൺകുട്ടികളും. ഒരുപക്ഷെ അവർ സ്കൂൾ കഴിഞ്ഞ് നടന്നു വരുമ്പോഴൊക്കെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായതിനെ കുറിച്ചായിരിക്കാം സംസാരിച്ചത്. നാളത്തെ ഹിന്ദിയും തങ്ങൾക്ക് ജയിച്ചേ മതിയാകൂ, അതും പഠിച്ചെഴുതണമെന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആ 4 പെൺകുട്ടികളും ചർച്ച ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്നത്തെ ആ ഹിന്ദി പരീക്ഷ എഴുതാൻ അവർ 4 പേരുമില്ല എന്നോർക്കുമ്പോൾ വിങ്ങുകയാണ് ഒരു നാടൊന്നാകെ. ഉള്ളുലയുകയാണിത് പറയുമ്പോൾ പോലും. ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതം മുഴുവൻ ഈ 4 കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ടായിരിക്കും. അവരതെങ്ങനെ താങ്ങുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്രമാത്രം പ്രതീക്ഷയോടുകൂടി, വാത്സല്യത്തോടുകൂടി തങ്ങൾ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ തിരിച്ച് സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവർ വരുന്നതും കാത്തിരിക്കുന്ന അച്ഛനെയും അമ്മയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ആ സാഹചര്യത്തിൽ അവരുടെ ജീവനറ്റ ശരീരം ആ വീടുകളിൽ അവസാനമായി എത്തുമ്പോൾ അതെങ്ങനെ പറഞ്ഞ് അറിയിക്കും നമ്മൾ? അതെങ്ങനെ താങ്ങുമാ അച്ഛനും അമ്മയും? എങ്ങനെ താങ്ങുമാ നാട്? കാരണം അത്രമാത്രം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കയ്യും പിടിച്ച് സ്കൂൾ യൂണിഫോം അണിഞ്ഞ് സ്കൂളിലേക്ക് പോയ കുട്ടികളാണ്. ഒരു നിമിഷം ഒരുപക്ഷെ അവർക്കൊന്ന് കരയാൻ പോലും സാധിച്ചിരുന്നോ എന്ന് നമ്മൾ വേദനയോടുകൂടി ഓർക്കണം. കാരണം ഒരു വലിയ ലോറി വന്ന ആ 4 കുഞ്ഞുങ്ങളുടെയും മേലേക്ക് വീണപ്പോൾ ആ വേദന അവർ എങ്ങനെ സഹിച്ചു കാണും? അല്ലെങ്കിൽ അവർക്കൊന്ന് ഉറക്കെ കരയാൻ പോലും സാധിച്ചിരുന്നോ എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. കാരണം അത്രമാത്രം വേദന സഹിച്ച് ഒരു നിമിഷം എല്ലാം ഇല്ലാതായിരിക്കുകയാണ് അവിടെ. എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു നിമിഷം ആരെ പഴിക്കും എന്ന് പോലും നമുക്കറിയില്ല. ഒരുപക്ഷെ അധികൃതർ ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ, ഒന്നിടപെട്ടിരുന്നെങ്കിൽ ഈ 4 പെൺകുഞ്ഞുങ്ങളുടെയും ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്ത് സംഭവിച്ചു എന്നൊക്കെ പിന്നീട് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയേ വേണ്ടൂ. അത്രമാത്രം ഹൃദയഭേദകമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ട ആ 4 പെൺകുഞ്ഞുങ്ങളുടെയും വേർപാട് അത് ആ മാതാപിതാക്കളെ മാത്രമല്ല, ഒരു നാടിനെ മുഴുവൻ അത്രമേൽ വേദനിപ്പിക്കുകയാണ്. എന്നും ഒന്നായിരുന്നവർ ഒരുമിച്ച് മടങ്ങും. കണ്ണീർ തോരുന്നില്ല ആ നാടിന്. അത്രമാത്രം വേദനിക്കുന്നുണ്ട്. എന്നും ഒരുമിച്ചായിരുന്നവരെയാണ് ഒരുമിച്ച് മണ്ണിനടിയിലേക്ക് അവർ യാത്രയാകുന്നത്. കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ചങ്ങാത്ത ചരടിൽ കോർത്തവരാണിപ്പോൾ നമ്മോട് വിട പറയുന്നത്. ചെറുള്ളി ഗ്രാമത്തിൽ അടുത്തടുത്തായി താമസിക്കുന്നവർ അവധി ദിവസങ്ങളിൽ അടക്കം 4 പേരും ഒത്തുകൂടുമെന്നാണ് അവരെക്കുറിച്ച് പ്രിയപ്പെട്ടവരെല്ലാവരും പറയുന്നത്. മരണത്തിലും വേർപിരിയാത്ത ആ കൂട്ടുകാർ നാടിൻ്റെ തീരാ നോവായി. അനുമോദ് അവിടെയുണ്ട്. അനുമോദ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ കാണല്ലേ സാക്ഷിയാകുന്നത്? കണ്ണീർ കാഴ്ചകളാണ്. കണ്ണീർ മഴ ഉള്ളിലും പുറത്തും പെയ്യുന്ന സാഹചര്യമാണ്. ഞാൻ നിൽക്കുന്നത് ഈ വാതിലിന് പുറത്താണ്. ഇതിലെനിക്ക് കാണാൻ കഴിയും
ഇലങ്ങളടിച്ച് കണ്ണു നിറഞ്ഞ് അന്ത്യാഞ്ജലി അർപ്പിച്ച് തിരിച്ചു വരുന്നവർ, അതിൽ പ്രായമായവരുണ്ട്, സഹപാഠികളുണ്ട്, അധ്യാപകരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ഇതുവരെ അവരെ കാണാത്തവരുണ്ട്, ഇതുവരെ അവർക്കൊപ്പമുണ്ടായിരുന്നവരുണ്ട്. പക്ഷേ എങ്ങനെ ഈ ഒരു ദുരന്തത്തെ ആ കുടുംബം അതിജീവിക്കുമെന്ന ചോദ്യം മാത്രമാണ് ഉത്തരവില്ലാതെ ഉയരുന്നത്. എത്ര സ്വപ്നങ്ങളോടെയാകും, എത്ര പ്രതീക്ഷകളോടെയാകും അവർ ആ കുടുംബങ്ങളെ ഇന്നലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക. ഇനി ഒരിക്കലും ഒരു മടങ്ങി വരില്ല എന്ന ആ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുക അത്ര എളുപ്പമല്ല. നമ്മളെല്ലാം അവരുടെ വേദന ഉള്ളറിഞ്ഞ് കൂടെ നിൽക്കുമ്പോഴും നമ്മളൊക്കെ നമ്മുടേതായ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നീടുണ്ടാകുന്നൊരു ശൂന്യതയുണ്ട് ആ കുടുംബത്തിന്. അതാണ് അവരുടെ ജീവിതാവസാനം വരെ വേട്ടയാടുന്ന ഓർമ്മ. അതെത്രമാത്രം ആഴമേറിയതാകുമെന്ന് നമുക്കൊന്നും പറയാനാകുന്നതല്ല. ഒരു കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുക്കുന്നത് മുതൽ നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു ദിവസം, ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായിപ്പോയ സാഹചര്യം. ഒരുപക്ഷെ വേദന പോലും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മാലാഖമാർ. അങ്ങനെ വേദന അറിയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മരണം പോലും അറിഞ്ഞു കാണില്ല അവർ. ഓരോ നിമിഷവും ആസ്വദിച്ച് അവരുടെ കളിതമാശകളും സ്കൂളിലെ വിശേഷങ്ങളും പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമൊക്കെയായി നടന്നു നീങ്ങുന്നതിനിടെയാണ് മരണം ഒരു ലോറിയുടെ രൂപത്തിൽ അവർക്കിടയിലേക്ക് വന്ന് അവരെ ഒന്നാകെ കൂട്ടിക്കൊണ്ടുപോയത്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരം പോലും, ഒരു പഴുതുപോലും വിധി തന്നില്ല എന്നുള്ളതാണ് അതിലും വേദനാജനകമായ കാര്യം. ഇനി എങ്ങനെ ഈ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ കരയുകയാണ്, നിലയങ്ങളടിക്കുകയാണ് ആളുകളാകെ. വരിയുടെ നീളം കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദേശീയപാതയുടെ ഒരു വശത്ത് ആളുകൾ നീണ്ടു നീണ്ടു കിടക്കുന്നു. ഒരു നിമിഷം പോലും ആർക്കും ഇവിടെ കുട്ടികളെ കാണാൻ കഴിയുന്നില്ല. അത്രയും വേഗത്തിലാണ് എല്ലാവരെയും കടത്തിവിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും ആ കുടുംബത്തിൽ അർപ്പിക്കാനെത്തിയ ആളുകളുടെ വരി അത് നീണ്ടു നീണ്ടു തന്നെ കിടക്കുകയാണ്. നാടൊന്നാകെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, കരിമ്പലിലേക്ക് ഒഴുകിയെത്തുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മരണം എപ്പോഴും വേദന നൽകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിടവാങ്ങലുകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗങ്ങൾ, അതൊരു നാടിനെ ഒന്നാകെ പിടിച്ചു ഉലയ്ക്കുകയാണ്. പലരും ഈ പ്രായമായ ആളുകളൊക്കെ ഈ കുട്ടികളെ കണ്ട് മടങ്ങുമ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ നമ്മൾ തന്നെ ഉള്ളു തകരുകയാണ്. കാരണം അത്രമാത്രം കരച്ചിൽ അടക്കി പിടിച്ചാണ് ഇവരെല്ലാം ഈ മക്കൾക്ക് യാത്രാമൊഴി നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അത് അവസാനത്തെ ഒരു കാഴ്ചയുമായി പോയി. ഇനി അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ കണ്ട് കൊതി തീരാതെ നേരത്തെ അലപുറയിട്ട് കരഞ്ഞ കൂട്ടുകാരികളെയൊക്കെയാണ് ഓർമ്മ. എത്രമാത്രം വലിയ ദുഃഖത്തിലേക്കാണ് ഈ ഒരു ദുരന്തം നാടിനെ തള്ളിവിട്ടതെന്നാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തോന്നിപ്പോകുന്നത്. ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം അത് ഞങ്ങൾക്ക് ആർക്കും നികത്താനാവില്ലെങ്കിലും നാടൊന്നാകെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മൗനമായി പങ്കുവയ്ക്കുകയാണ് ആ കുടുംബത്തോട് ഈ നാടൊന്നാകെ ഇവിടെ ചെയ്യുന്നത്. ഇനിയുള്ളതൊന്നും
ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇനി മറ്റൊരു കുടുംബത്തിന് ദുരന്തമുണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യാമോ അതാണ് ചെയ്യേണ്ടത്.